ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മല്ലു കന്നഡ ഫുഡ് ആൻഡ് ചാനലിലേക്ക് സ്വാഗതം. ഇത് നമുക്കൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് റൈസ് പോലെ തോന്നാം, പക്ഷേ ഇത് റൈസല്ല, അവിൽ കൊണ്ടുണ്ടാക്കുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ സിമ്പിളാണ്. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ആദ്യം കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ ഒരു സ്പൂൺ നെയ്യ് ഇടുക, നല്ലോണം ഒന്ന് ഉരുക്കുക. അപ്പോൾ അതൊന്ന് ചൂടാവാൻ വേണ്ടി നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം അവിയലാണ്. ഓക്കെ, നല്ല നോർമൽ അവിൽ. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് സവോള, പച്ചമുളക്, കറിവേപ്പില. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ജീരകം, അണ്ടിപ്പരിപ്പ്, ഓപ്ഷനിലാണ്, കടലപ്പരിപ്പ്, ഉഴുന്നുപരിപ്പ്, പിന്നെ നമുക്ക് നിലക്കടലയുണ്ട്, പിന്നെ കടുക്, കുറച്ച് ഒരൊറ്റ ഉണക്കമുളക്. ഇത്രയുമാണ് ആവശ്യമുള്ളത്. ആദ്യം നമുക്ക് ആ എണ്ണ ചൂടായതിന് ശേഷം കപ്പലണ്ടി കടലയും പിന്നെ കശുവണ്ടി കടലയും നമുക്കൊരു ലൈറ്റ് കളറായി വരുന്ന രീതിയിലാണ് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഓക്കെ, അധികം മൊരിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു കളർ ചേഞ്ച്, ക്രിസ്പി ആയ ഉടൻ തന്നെ നമുക്കത് മാറ്റാം. ഇനി അടുത്തതായി കടുക് പൊട്ടിയതിന് ശേഷം കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും അതിനകത്ത് കൊടുക്കാം. അപ്പോൾ അത് നല്ല രീതിയിൽ ഇളക്കണം. ഒന്ന് കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇനി കുറച്ച് ജീരകം ഇടുക. ഉടൻ തന്നെ പച്ചമുളകും കരിവേപ്പില അതിനകത്ത് ആഡ് ചെയ്യാം. അതൊന്ന് നല്ലോണം വഴറ്റി കൊടുക്കുക. പിന്നെ ഒരു വറ്റൽമുളക് ഞാനൊരു 3-4 കഷ്ണമാക്കിയിട്ടുണ്ട്, അതൊന്നിടുക. ഇനി നമുക്കിതിനകത്ത് സവോള, നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച സവോള അതിനകത്ത് ഇടാം. അതും നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടി ഒരു പകുതി വഴറ്റിയതിന് ശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 2 ചെറിയ ടീസ്പൂണാണ് ഇട്ടിട്ടുള്ളത്. അപ്പം അത് നിങ്ങൾ ഉപ്പിൻ്റെ രുചി അനുസരിച്ച് നിങ്ങൾ ഉപ്പ് ആഡ് ചെയ്യാം. ഇനി നമുക്ക് നല്ലോണം ഇളക്കി വെക്കണം. ആ ഒരു ഗ്യാപ്പിൽ, സവോള വാടുന്ന ഗ്യാപ്പിൽ നമ്മൾ അവിൽ 2 പ്രാവശ്യം ഒന്ന് വെള്ളത്തിൽ കഴുകി വെള്ളം ഒഴിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ ഒരുവിധം ഉള്ളിയൊക്കെ വഴണ്ടതിന് ശേഷം സ്വല്പം മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം നമ്മൾ നേരത്തെ വറുത്ത് കോരി വെച്ച അണ്ടിപ്പരിപ്പും പിന്നെ കപ്പലണ്ടി അത് രണ്ടും നമുക്ക് ഇതിനകത്ത് കൂടെ മിക്സ് ആക്കിയിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇത്രയാണ്. ഇനി നമ്മൾ നേരത്തെ അവിൽ നനയ്ക്കാനിട്ടുണ്ടല്ലോ, അതൊന്ന് പിഴിഞ്ഞെടുക്കണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നേരത്തെ ഞാൻ അവിലൊരു 2 മുതൽ 3 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കഴുകി കുതിർത്ത് വയ്ക്കുക. അത് കൈകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യാം. കൈകൊണ്ടൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ വെള്ളമെല്ലാം മാറുന്നത് നമുക്ക് ഈ ഒരു ലെവലിൽ കിട്ടും. അത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ആ സവോള എല്ലാം ചൂടാറിയതിന് ശേഷം നമ്മൾ അവിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടല്ലോ, ആ അവിൽ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ ആവശ്യമുണ്ട്. ആ നാരങ്ങ ഇതെല്ലാം ഇളക്കിയതിന് ശേഷം നമുക്ക് നാരങ്ങ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു പുളിപ്പാവും. അപ്പോൾ ഈ ഒരു കളറിലാണ് വരും. അപ്പോൾ പതുക്കെ ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. നല്ല രീതിയിൽ ഇളക്കണം. അപ്പോൾ ആ മസാലയും പിന്നെ അണ്ടിപ്പരിപ്പും കടലപ്പരിപ്പും ഒക്കെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ നല്ലോണം ഇളക്കിയതിന് ശേഷം ഒരു നാരങ്ങ, ചെറിയ നാരങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു ചെറിയ നാരങ്ങ ഇതിനകത്ത് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. നാരങ്ങ നീര് ആഡ് ചെയ്തതിന് ശേഷം ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. പിന്നെ നമുക്ക് കുറച്ച് മല്ലിയില ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് അതൊന്ന് ഇട്ട് കൊടുക്കുക. നല്ലോണം ഇളക്കി കൊടുക്കുക. ഇത് ബാംഗ്ലൂരിലും അതേപോലെ തന്നെ ഉത്തര കർണാടക സൈഡിലൊക്കെ വളരെ പോപ്പുലർ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. ഈവൻ വലിയ വലിയ കല്യാണത്തിനടക്കം അവർ മെയിൻ കോഴ്സായിട്ട് വിളമ്പുന്ന ഒരു സാധനമാണ്. ഇപ്പോൾ ഡയറ്റൊക്കെ ഫോളോ ചെയ്യുന്നവരെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് എന്തായാലും ഉപയോഗിക്കാൻ പറ്റും. കാരണം ഇത് തിന്നു കഴിഞ്ഞാൽ കുറേ നേരം നമ്മുടെ വയർ ഫുള്ളായിരിക്കും. അപ്പോൾ ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കും ബെസ്റ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഫോളോ ചെയ്യണം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.